അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കാശ്മീരിൽ തീർത്ഥാടനത്തിന് പോയ ഹെലികോപ്റ്റർ തകർന്ന് 7 മരണം. പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് തോന്നുന്ന മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാമെന്ന് ആസാം ഗവർണർ. ലോകത്തെ ഏറ്റവും സഹിഷ്ണുതയുള്ള രാജ്യം ഇന്ത്യയാണെന്ന് അദ്ദേഹം. താൻ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല, വേണമെങ്കിൽ ആചാര്യയ്ക്ക് നേപ്പാളിലേക്ക് പോകാമെന്ന് ഉത്തർപ്രദേശ് മന്ത്രി അസം ഖാൻ. സ്വാതന്ത്ര്യ റിപ്പബ്ലിക് ദിനങ്ങളിൽ സർക്കാർ ജീവനക്കാർ ഓഫീസുകളിലെത്തണമെന്ന് ഹൈക്കോടതി. ഓൺലൈൻ പെൺവാണിഭം പ്രധാന പ്രതി ജോഷി കൊച്ചിയിൽ കീഴടങ്ങി. വ്യാജ അപകട ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വീണ്ടും ക്രൂരവിനോദം. അടുത്ത വർഷത്തെ ഹജ്ജിനുള്ള അപേക്ഷ സ്വീകരിക്കൽ ജനുവരിയിൽ. ഉംറ തീർത്ഥാടകരുടെ വരവ് ആരംഭിച്ചു. SYS സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സുന്നി വോയ്സ് ശില്പശാലകൾ പൂർത്തിയായി. ക്യാമ്പസുകളിൽ ധാർമ്മിക ഇടപെടൽ ശക്തിപ്പെടുത്തണമെന്ന് SSF. ഗ്രാമീണ നീതിപീഠങ്ങൾ സ്ഥാപിക്കൽ ത്വരിതഗതിയിലാക്കണമെന്ന് മാർക്കസ് ലോ കോളേജ് ടേബിൾ ടോക്ക്. വാർത്തകൾ വിശദമായി. ജമ്മു കാശ്മീരിലെ കത്രയിൽ ഹെലികോപ്റ്റർ തകർന്ന് 7 പേർ മരിച്ചു. വൈഷ്ണോദേവി ക്ഷേത്ര ദർശനത്തിന് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. പൈലറ്റും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. മൂടൽമഞ്ഞാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. തകർന്നു നിലത്ത് വീണയുടൻ ഹെലികോപ്റ്ററിന് തീപിടിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ മേഖലയിൽ കനത്ത മൂടൽമഞ്ഞുണ്ടായിരുന്നു. ഇത് കാരണം പല വിമാനങ്ങൾക്കും ജമ്മു എയർപോർട്ടിൽ ഇറങ്ങാനായിരുന്നില്ല. രക്ഷാപ്രവർത്തനങ്ങൾക്കായി സംഘം സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. എന്നാൽ അപകടത്തിൽപ്പെട്ടവരെ ജീവനോടെ രക്ഷപ്പെടുത്താനാവുമോ എന്ന കാര്യത്തിൽ ശുഭപ്രതീക്ഷയില്ലെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. സ്വകാര്യ ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനിയായ ഹിമാലയൻ ഹെലി സർവീസിന്റെ ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. ചർദാം യാത്രയും ഇവർ സംഘടിപ്പിക്കാറുണ്ട്. പെൺവാണിഭ കേസിലെ മുഖ്യപ്രതി അച്ചായൻ എന്ന ജോഷി കീഴടങ്ങി. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ കൊച്ചിയിലാണ് ഇയാൾ കീഴടങ്ങിയത്. പോലീസിനെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ബാംഗ്ലൂരുവിൽ നിന്ന് എത്തിച്ചുകൊടുത്തത് ജോഷിയാണെന്നാണ് റിപ്പോർട്ട്. പറവൂർ, വാരാപ്പുഴ പീഡന കേസുകളിലും പ്രതിയാണ് ജോഷി. കേസിൽ പിടിയിലായ അക്ബറിന്റെ മൊഴിയിൽ നിന്നാണ് പോലീസിന് ഇയാളെക്കുറിച്ച് വിവരം ലഭിച്ചത്. ഓൺലൈൻ പെൺവാണിഭ കേസിൽ നേരത്തെ അറസ്റ്റിലായ രാഹുൽ, പശുപാലൻ അടക്കമുള്ളവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ഇവരെ വൈദ്യപരിശോധന നടത്താൻ കോടതി ആവശ്യപ്പെട്ടു. ദേശീയ ദിനങ്ങളിൽ സർക്കാർ ജീവനക്കാരുടെ ഹാജർ ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും സർക്കാർ ജീവനക്കാർ ഓഫീസുകളിലെത്തണം. ദേശീയ ദിനങ്ങളിൽ ഒഴിവ് ദിവസങ്ങൾ പോലെ ആലസ്യമായി വീട്ടിലിരിക്കാനുള്ളതല്ല. ദേശീയത ഉണർത്തുന്ന പ്രവർത്തനങ്ങളിൽ ജീവനക്കാർ ഏർപ്പെടണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഇത് സംബന്ധിച്ച് പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കാൻ സർക്കാരിന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. സ്വാതന്ത്ര്യ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ജീവനക്കാർക്ക് ബാധ്യതയുണ്ട്. ഇതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ വകുപ്പ് മേധാവിമാർ നടപടി സ്വീകരിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷണും ജസ്റ്റിസ് MM ഷഫീഖും ഉൾപ്പെട്ട ബെഞ്ചിന്റെ ഉത്തരവിൽ പറയുന്നു. സ്വാതന്ത്ര്യ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സർക്കാർ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥിനിയായ നിമിഷ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് ഉത്തരവ്. പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് തോന്നുന്ന മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാമെന്ന് ആസാം ഗവർണർ. ലോകത്തെ ഏറ്റവും സഹിഷ്ണുതയുള്ള രാജ്യം ഇന്ത്യയാണെന്നും അദ്ദേഹം. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് തോന്നുന്ന മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന വിവാദ പ്രസ്താവനയുമായി അസം ഗവർണർ PB ആചാര്യ രംഗത്തു വന്നു. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് എവിടെയും പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. ഒട്ടേറെ പേർ പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട്. പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ പോകണമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അതിന് സ്വാതന്ത്ര്യമുണ്ടെന്നും PB ആചാര്യ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിദേശത്ത് പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ വംശജരായ എല്ലാവരെയും ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലോ പീഡിപ്പിക്കപ്പെടുന്ന ആർക്കും ഇന്ത്യയിലേക്ക് വരാൻ അവകാശമുണ്ട്. അവരെ സ്വീകരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. മുസ്ലിങ്ങൾ ഉൾപ്പെടെ എല്ലാ മതങ്ങളിൽപ്പെട്ടവർക്കും ഇന്ത്യയിലേക്ക് വരാൻ അവകാശമുണ്ട്. എഴുത്തുകാരി തസ്ലീമ നസ്റിൻ ഇന്ത്യയിലേക്ക് വന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിശാല ഹൃദയമാണ് ഇന്ത്യക്കാർക്കുള്ളതെന്നും ലോകത്തെ ഏറ്റവും സഹിഷ്ണുതയുള്ള രാജ്യം ഇന്ത്യയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദുസ്ഥാൻ ഹിന്ദുക്കൾക്കുള്ളതാണെന്ന് ശനിയാഴ്ച പുസ്തക പ്രകാശന ചടങ്ങിനിടെ ആചാര്യ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഹിന്ദുസ്ഥാൻ ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണ് എന്നല്ല താൻ ഉദ്ദേശിച്ചതെന്നും എവിടെയും പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് ഇവിടെ അഭയം തേടാൻ അവകാശമുണ്ടെന്നും പിന്നീട് അദ്ദേഹം വിശദീകരിച്ചു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ആസാം ഗവർണർക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ച് ഉത്തർപ്രദേശ് മന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായ അസം ഖാൻ രംഗത്ത്. താൻ പാകിസ്ഥാനിലേക്ക് പോകാൻ തയ്യാറല്ല. ആസാം ഗവർണർ PB ആചാര്യയ്ക്ക് വേണമെങ്കിൽ നേപ്പാളിലേക്ക് പോകാമെന്ന് അദ്ദേഹം പറഞ്ഞു.
രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് സൗജന്യമായി പാകിസ്ഥാനിലേക്ക് പോകാമെന്ന ആചാര്യയുടെ പ്രസ്താവനയാണ് അസം ഖാൻ ചൊടിപ്പിച്ചത്. സ്വദേശത്തും വിദേശത്തുമുള്ള മലയാളികളെ ആശങ്കയുടെ മുൾമുനയിലാക്കി സോഷ്യൽ മീഡിയയിൽ വീണ്ടും ക്രൂര വിനോദം. സഹജീവികളുടെ വേദനയും ദുഃഖവും തങ്ങളുടെ കണ്ണുകളിലെ സന്തോഷങ്ങളായി കണക്കാക്കുന്നവരുടെ ക്രൂര വിനോദത്തിനാണ് കഴിഞ്ഞ ദിവസം മലയാളികൾ വീണ്ടും ഇരയായത്. മലപ്പുറം ജില്ലയിലെ എടപ്പാടിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചതായാണ് ചിത്രസഹിതം വാട്സപ്പിൽ വാർത്ത പരന്നത്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന 5 ചെറുപ്പക്കാരുടെ കരളലയിക്കുന്ന ചിത്രങ്ങളാണ് വാർത്തയോടൊപ്പം കൊടുത്തിരുന്നത്. മൊബൈലിൽ നിന്നും മൊബൈലുകളിലേക്ക് രാജ്യാതിർത്തികൾ കടന്ന് വാർത്ത ഷെയർ ചെയ്യപ്പെട്ടു. മലയാളികളുള്ള രാജ്യങ്ങളിലേക്കെല്ലാം സചിത്ര വാർത്ത പറന്നെത്താൻ നിമിഷങ്ങൾ മാത്രമേ വേണ്ടിവന്നുള്ളൂ. എടപ്പാടിന്റെ പരിസര പ്രദേശത്തുകാരുടെ മാത്രമല്ല, കേരളം അങ്ങോളമിങ്ങോളമുള്ള മുഴുവൻ ദീർഘദൂര യാത്രക്കാരുടെ ബന്ധുക്കളുടെ ഉള്ളിലും തീ കോരിയിട്ടു ഇത്. പിന്നീട് നിലക്കാത്ത ഫോൺ വിളികളായിരുന്നു. ഗൾഫ് നാടുകളിൽ നിന്ന് ആയിരക്കണക്കിന് കോളുകൾ കേരളത്തിലേക്ക് ഒഴുകി. ഏറെ കഴിഞ്ഞാണ് ഇത്തരത്തിൽ ഒരു അപകടം എടപ്പാടിൽ നടന്നിട്ടില്ലെന്ന അറിയിപ്പുമായി വാട്സപ്പ് തന്നെ സമാധാനത്തിന്റെ ദൂതുമായി എത്തിയത്. കേരളത്തിന് പുറത്ത് മറ്റെവിടെയോ നടന്ന അപകട ചിത്രമാണ് എടപ്പാടിന്റേതായി പടച്ചുവിട്ട് ക്രൂരവിനോദികൾ ആഹ്ലാദിച്ചത്. ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കുട്ടി എത്തിയിട്ടുണ്ടെന്നും കുട്ടിയെ അറിയുന്നവർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്നുമുള്ള വാർത്ത ചിത്രസഹിതം പ്രചരിച്ചത് ഈയിടെയാണ്. ഇതറിഞ്ഞ നിരവധി പേരാണ് ചാവക്കാട് പോലീസ് സ്റ്റേഷനുമായി ടെലിഫോണിലൂടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ബന്ധപ്പെട്ടത്. എന്നാൽ അവിടെ അങ്ങനെ ഒരു കുട്ടിയും എത്തിയിട്ടുണ്ടായിരുന്നില്ല. തികച്ചും വ്യാജ വാർത്തയാണ് അന്നും പ്രചരിപ്പിച്ചത്. അജ്മാനിൽ മലയാളി വാഹനാപകടത്തിൽ മരിച്ചുവെന്നും ബന്ധുക്കളോ നാട്ടുകാരോ ഉണ്ടെങ്കിൽ ഉടൻ ബന്ധപ്പെടണമെന്നും ഈയിടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. എന്നാൽ താൻ മരിച്ചിട്ടില്ലെന്ന സന്ദേശവുമായി കോഴിക്കോട് ജില്ലയിലെ ജാതിയേരി സ്വദേശിയായ പരേതൻ താമസിയാതെ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നവരെ നേരിടാൻ ആഗോളതലത്തിൽ തന്നെ കർശന നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ക്രൂരത കാട്ടി ആശ്വാസം കൊള്ളുന്നവർ നിയമങ്ങളെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത വർഷത്തെ ഹജ്ജിനുള്ള അപേക്ഷ സ്വീകരിക്കൽ ജനുവരിയിൽ ആരംഭിക്കും. വിശദമായ റിപ്പോർട്ടിലേക്ക്. 2016 ഹജ്ജിനുള്ള അപേക്ഷ സ്വീകരിക്കൽ ജനുവരി 1 മുതൽ ആരംഭിക്കും. കഴിഞ്ഞ വർഷം 65,200 പേർ അപേക്ഷിച്ചതിൽ 6,565 പേർക്കാണ് അവസരം ലഭിച്ചത്. 70 വയസ്സ് പൂർത്തിയായവരും തുടർച്ചയായി 4 വർഷം അപേക്ഷിച്ചവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ കണ്ടെത്തിയവരും ഉൾപ്പെടെയാണിത്. നറുക്കെടുപ്പ് ആവശ്യമില്ലാത്ത 70 വയസ്സ് പൂർത്തിയായ അപേക്ഷകർക്ക് അവസരം നൽകുന്നതിന് പുറമെ തുടർച്ചയായി 5 വർഷം അപേക്ഷിച്ചവർക്കും അവസരം നൽകണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായി സ്വകാര്യ ഹജ്ജ് സംഘങ്ങൾക്കുള്ള ക്വാട്ട വെട്ടിക്കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയുമാവാം. ഹജ്ജ് അപേക്ഷയിലെ അപാകതയിലും നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരളത്തിൽ മാത്രം 1,00,000-ലധികം അപേക്ഷകൾ വർഷാവർഷം ലഭിക്കുന്നുണ്ട്. അപേക്ഷകരിൽ 10% പേർക്കും അവസരം ലഭിക്കാത്ത സാഹചര്യത്തിൽ അപേക്ഷയോടൊപ്പം ചെക്ക് ലീഫും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഉൾപ്പെടുത്തണമെന്നത് ഒഴിവാക്കേണ്ടതാണ്. അവസരം ലഭിച്ചാൽ മാത്രം ഇവ സമർപ്പിച്ചാൽ മതിയെന്ന തീരുമാനമുണ്ടായാൽ അപേക്ഷകർക്ക് ഏറെ ആശ്വാസമായിരിക്കും. ഏകീകൃത ബാഗേജ് എന്ന പേരിൽ 5,001 രൂപ ഈടാക്കി ബാഗ് നൽകിയത് കേരളത്തിലെ ഹാജിമാരെ പ്രയാസത്തിലാക്കി. കേരളത്തിലെ ഹാജിമാർ ഭൂരിഭാഗം പേരും കുടുംബസമേതമാണ് പുറപ്പെട്ടത്. ഇതിനാൽ ഓരോ ഹാജിയും ഈ ബാഗിനായി പണം ചെലവഴിക്കേണ്ടി വന്നു. ഇന്ത്യക്കുള്ള ഹജ്ജ് ക്വാട്ട 1,00,000 മാത്രമാവുകയാണെങ്കിൽ കേരളത്തിനുള്ള ക്വാട്ട 4,843 മാത്രമായിരിക്കും. കഴിഞ്ഞ തവണ സ്വകാര്യ ഹജ്ജ് സംഘം ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നുള്ള മൊത്തം ഹാജിമാരുടെ എണ്ണം 1,65,000 പേർ ആയിരുന്നു. റഫീഖ് നരിക്കുനി, KMIC ന്യൂസ്. ഈ സീസണിലെ ഉംറ തീർത്ഥാടകരുടെ വരവ് തുടങ്ങി. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഉംറ സംഘം മക്കയിലെത്തി. പുതിയ ഉംറ സീസൺ ആരംഭിച്ചതോടെ വിദേശ തീർത്ഥാടകരുടെ ഒഴുക്ക് തുടങ്ങി. ഇന്തോനേഷ്യയിൽ നിന്നുള്ള സംഘമാണ് ആദ്യം സൌദിയിലെത്തിയത്. ശേഷം 239 അംഗ മലയാളി സംഘം ജിദ്ദ വിമാനത്താവളത്തിലെത്തി. ഈ സീസണിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഉംറ സംഘമാണിത്. സ്വകാര്യ ഗ്രൂപ്പുകൾ വഴി മാത്രമാണ് തീർത്ഥാടകർ ഇന്ത്യയിൽ നിന്നും ഉംറയ്ക്കെത്തുന്നത്. ഭൂരിഭാഗം തീർത്ഥാടകരും ഉംറയ്ക്കെത്തുന്നത് 2 ആഴ്ചത്തെ പാക്കേജിലാണ്. ഇന്ത്യയിൽ നിന്നും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇത്തവണ ഉംറയ്ക്കെത്തും. സാധാരണയായി 14 ദിവസത്തെ പാക്കേജാണ് ഉംറ ഗ്രൂപ്പുകൾ നൽകുന്നത്. ഇതിൽ കൂടുതൽ തീർത്ഥാടകരും 10 ദിവസം മക്കയിലും 4 ദിവസം മദീനയിലുമായിരിക്കും. കേരളത്തിൽ നിന്നും ഏതാണ്ട് 60,000-ഓളം രൂപയാണ് ഉംറ പാക്കേജിനായി ഗ്രൂപ്പുകൾ ഈടാക്കുന്നത്. ഉംറ വിസ അനുവദിക്കുന്നതും തീർത്ഥാടകരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതും ഈ ട്രാക്ക് സംവിധാനം വഴിയാണ്. ഇതോടെ നടപടിക്രമങ്ങൾ സുതാര്യമാക്കുകയും പുണ്യസ്ഥലങ്ങളിൽ തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സേവനം ലഭിക്കുകയും ചെയ്യുന്നതായാണ് റിപ്പോർട്ട്. ആസുരതകളിലെ ദുരഭേരിയുയരും ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഇരാതി നുണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉന്മ പടർത്തു സോദരേ. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ.
അകമിൽ സഹജീവി സ്നേഹസുമങ്ങൾ വിടരട്ടെ. ആസുരതകളിലെ ദുരപേരി ഉയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉണ്മ പടർത്തൂ സോദരേ. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ. അകമിൽ സഹജീവി സ്നേഹസുമങ്ങൾ വിടരട്ടെ. തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർക്കണമിൽ ചുഴിയിട്ടു തുഴഞ്ഞു പോയൊരു ആശ നാം കണ്ടോ? തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർക്കണമിൽ ചുഴിയിട്ടു തുഴഞ്ഞു പോയൊരു ആശ നാം കണ്ടോ? സ്നേഹവല നീർത്തി വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. നീതിപീഠങ്ങളുടെ മെല്ലെപ്പോക്ക് നയം അവസാനിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മർക്കസ് ലോ കോളേജിൽ നടന്ന ടേബിൾ ടോക്ക് ആവശ്യപ്പെട്ടു. പ്രാദേശിക പ്രശ്നങ്ങളും കുടുംബ വഴക്കുകളും നാട്ടിൻപുറങ്ങളിലെ പൌരമുഖ്യന്മാർ മധ്യസ്ഥം വഹിച്ച് പരിഹരിച്ചിരുന്ന രീതി മാതൃകാപരമായിരുന്നു. നിയമപരിജ്ഞാനവും പ്രാഗൽഭ്യവുമുള്ളവർ ഇത്തരം പരിഹാര ശ്രമങ്ങളിൽ വ്യാപൃതരാവുന്നതോടെ കോടതികളിൽ കേസുകൾ കുന്നുകൂടി തീർപ്പുകൾ അനന്തമായി നീളുന്ന പ്രവണതയ്ക്ക് ഒരു പരിധിവരെ തടയിടാനാകുമെന്നും ടേബിൾ ടോക്കിൽ അഭിപ്രായമുയർന്നു. ടേബിൾ ടോക്ക് മർക്കസ് ലോ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ PS ഗോപി ഉദ്ഘാടനം ചെയ്തു. മജീദ് പുത്തനത്താണി മോഡറേറ്ററായിരുന്നു. അഡ്വക്കേറ്റ് മുസ്തഫ സഖാഫി, അഡ്വക്കേറ്റ് സമദ് പുലിക്കാട്, അഡ്വക്കേറ്റ് അബ്ദുറൌഫ് അഹ്സനി, അഡ്വക്കേറ്റ് ആഷിക മുംതാസ്, ഉമർ ഹാജി സംബന്ധിച്ചു. സ്റ്റുഡൻസ് യൂണിയൻ സെക്രട്ടറി ഷംബീൽ സ്വാഗതം പറഞ്ഞു. SYS സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബറിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സുന്നി വോയിസ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 5 കേന്ദ്രങ്ങളിൽ ശില്പശാലകൾ സംഘടിപ്പിച്ചു. മലപ്പുറം വാദി സലാമിൽ ഊരകം അബ്ദുറഹ്മാൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ PM മുസ്തഫ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PP മുഹമ്മദ് കുട്ടി മാസ്റ്റർ, A അബൂബക്കർ മാസ്റ്റർ നേതൃത്വം നൽകി. കൊല്ലം വഴപ്പള്ളി സുന്നി സെന്ററിൽ VH അലി ദാരിമി ഉദ്ഘാടനം ചെയ്തു. MM ഇബ്രാഹിം വിഷയാവതരണം നടത്തി. പയ്യന്നൂർ സുന്നി സെന്ററിൽ നടന്ന ഉത്തരമേഖലാ ശില്പശാല പട്ടുവം KP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ UC അബ്ദുൽ മജീദ് വിഷയാവതരണം നടത്തി. സുലൈമാൻ കരിവള്ളൂർ പ്രസംഗിച്ചു. എറണാകുളം കലൂർ സുന്നി സെന്ററിൽ മുസ്തഫ സഖാഫിയുടെ അധ്യക്ഷതയിൽ അബ്ദുൽ മജീദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ PA മുഹമ്മദ് കുഞ്ഞി സഖാഫി വിഷയാവതരണം നടത്തി. കോഴിക്കോട് സമസ്ത സെന്ററിൽ നടന്ന ശില്പശാലയിൽ ശുക്കൂർ സഖാഫി വെണ്ണക്കോട് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ UC അബ്ദുൽ മജീദ് വിഷയാവതരണം നടത്തി. രണ്ടാം ശില്പശാല ഡിസംബർ 5-നകം 125 സോൺ കേന്ദ്രങ്ങളിൽ നടക്കും. സോൺ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സർക്കിൾ ഭാരവാഹികൾ, യൂണിറ്റ് സെക്രട്ടറിമാർ സംബന്ധിക്കും. വായനയുടെ ആദർശക്കരുത്ത് എന്ന പ്രമേയം മുൻനിർത്തി ആദർശ വായനാ കുടുംബത്തിൽ അണികളെ ചേർക്കുന്ന പ്രവർത്തനങ്ങൾ ഡിസംബർ 6 മുതൽ 20 വരെ കാലയളവിൽ നടക്കും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി മുഖ്യ രക്ഷാധികാരിയും താഴപ്ര മൊഹീദ്ദീൻകുട്ടി മുസ്ലിയാർ, വെൺമേനാട് അബൂബക്കർ മുസ്ലിയാർ, മാടവന ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ എന്നിവർ രക്ഷാധികാരികളും സയ്യിദ് ഫസൽ തങ്ങൾ ചെയർമാനും NH ഫൈസൽ ജനറൽ കൺവീനറും സയ്യിദ് PMS തങ്ങൾ ട്രഷററുമായ 313 അംഗ സ്വാഗത സംഘത്തെ തിരഞ്ഞെടുത്തു. എളങ്കൂർ കുട്ടശ്ശേരി PM സയ്യിദ് ഉസ്താദ് അനുസ്മരണവും PMSA ദവാ ക്യാമ്പസിന്റെ പുതിയ ബ്ലോക്കിന്റെ കെട്ടിടോദ്ഘാടനവും അടുത്ത മാസം 3, 4, 5 തീയതികളിലായി നടക്കും. മുത്തഅല്ലിം സമ്മേളനം, പണ്ഡിത സംഗമം, പ്രവാസി മീറ്റ്, വിദ്യാർത്ഥി മീറ്റ്, സിയാറത്ത്, സൌഹൃദ സംഗമം തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. അടുത്ത മാസം 3-ന് മഗ്‌രിബ് നിസ്കാരാനന്തരം സ്വർഗ്ഗത്തിലേക്കുള്ള കുടുംബജീവിതം എന്ന വിഷയത്തിൽ ഡോക്ടർ ദേവർശോല അബ്ദുസ്സലാം മുസ്ലിയാരും, 4-ന് തഖ്വ വിശ്വാസിയുടെ ആയുധം എന്ന വിഷയത്തിൽ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയും മുഖ്യപ്രഭാഷണം നടത്തും. 5-ന് നടക്കുന്ന പൊതുസമ്മേളനം സമസ്ത പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഹൈദ്രൂസ് മുത്തുക്കോയത്തങ്ങൾ എളങ്കൂർ, മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ, വടശ്ശേരി ഹസൻ മുസ്ലിയാർ, അലി ബാഖവി ആറ്റുപുറം, ഷാഫി സഖാഫി മുണ്ടബ്ര തുടങ്ങിയവർ സംബന്ധിക്കും. പൊന്നാനി വലിയ ജാറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷേഖ് അബ്ദുറഹ്മാൻ അൽ ഹൈദ്രൂസി തങ്ങളുടെ 273ാമത് ആണ്ട് നേർച്ചയ്ക്ക് നാളെ തുടക്കമാകും. നാളെ വൈകിട്ട് 6:30-ന് നടക്കുന്ന സമൂഹ സിയാറത്തിന് പൊന്നാനി വലിയ ജുമുഅത്ത് പള്ളി മുദരിസ് സയ്യിദ് ഹബീബ് തുറാബ് അസഖാഫി തലപ്പാറ നേതൃത്വം നൽകും. രാത്രി 8 മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനം കേരള വഖഫ് ബോർഡ് ചെയർമാൻ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്യും. മുഖ്യപ്രഭാഷണം ജലീൽ വാണിയന്നൂർ നിർവഹിക്കും. ഹാഫിൾ സയ്യിദ് ഹുസൈൻ ബാഫഖി തങ്ങൾ, സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് അമീൻ തങ്ങൾ, K അബ്ദുള്ള സഖാഫി ഈയാട് തുടങ്ങിയവർ പ്രസംഗിക്കും.
ബുധനാഴ്ച രാത്രി 8 മണിക്ക് ആരംഭിക്കുന്ന മതപ്രഭാഷണത്തിൽ പൊന്നാനി മഹ്ദൂം മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിക്കും. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമി മുഖ്യപ്രഭാഷണം നടത്തും. മലപ്പുറം മഅ്ദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ഖതമുൽ ഖുർആനിന് സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ ചെരക്കാപ്പറമ്പ് നേതൃത്വം നൽകും. 2 മണിക്ക് മൗലിദ് പാരായണം PV അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടക്കും. രാത്രി 8 മണിക്ക് തുടങ്ങുന്ന ദുആ സമ്മേളനത്തിൽ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗം കമ്മീഷൻ അംഗം മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗ്രാമീണ നീതിപീഠങ്ങൾ സ്ഥാപിക്കൽ ത്വരിതഗതിയിലാക്കണമെന്ന് മാർക്കസ് ലോ കോളേജ് ടേബിൾ ടോക്ക്. ഓൺലൈൻ പെൺവാണിഭം പ്രധാന പ്രതി ജോഷി കൊച്ചിയിൽ കീഴടങ്ങി. വ്യാജ അപകട ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വീണ്ടും ക്രൂരവിനോദം. അടുത്ത വർഷത്തെ ഹജ്ജിനുള്ള അപേക്ഷ സ്വീകരിക്കൽ ജനുവരിയിൽ. ഉംറ തീർത്ഥാടകരുടെ വരവ് ആരംഭിച്ചു. സ്വാതന്ത്ര്യ റിപ്പബ്ലിക് ദിനങ്ങളിൽ സർക്കാർ ജീവനക്കാർ ഓഫീസുകളിലെത്തണമെന്ന് ഹൈക്കോടതി. കാശ്മീരിൽ തീർത്ഥാടനത്തിന് പോയ ഹെലികോപ്റ്റർ തകർന്ന് 7 മരണം. ക്യാമ്പസുകളിൽ ധാർമ്മിക ഇടപെടൽ ശക്തിപ്പെടുത്തണമെന്ന് SSF. SYS സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സുന്നി വോയ്സ് ശില്പശാലകൾ പൂർത്തിയായി. പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് തോന്നുന്ന മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാമെന്ന് ആസാം ഗവർണർ. ലോകത്തെ ഏറ്റവും സഹിഷ്ണുതയുള്ള രാജ്യം ഇന്ത്യയാണെന്ന് അദ്ദേഹം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.